വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. വിശുദ്ധ അഗസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച വരികളാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം മാനസാന്തരത്തിൻ്റെ ഒരു രേഖാചിത്രമാണ്. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ വിശുദ്ധ അഗസ്റ്റിനെ വിശേഷിപ്പിക്കുന്നത് എല്ലാ കാലത്തിലും വെച്ച് മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് ജീവിതത്തെ പറിച്ചു നട്ട വ്യക്തികളിൽ ശ്രേഷ്ഠനായ വ്യക്തി എന്നാണ്. എന്താണ് മാനസാന്തരം? ജീവിതയാത്രയിൽ ഒരുവൻ സ്വീകരിക്കുന്ന യൂട്ടേണാണ് മാനസാന്തരമെന്ന് പലപ്പോഴും നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടത്തുന്ന ഒരു തിരിച്ചുപോക്കാണത്. മാനസാന്തരത്തിൻ്റെ നിമിഷമെന്ന് പറയുന്നത് പലർക്കും പലതായിരിക്കാം. കാരണം ദൈവം ഓരോ വ്യക്തിയെയും തൊടുന്നത് അവനോ അവളോ ആയിരിക്കുന്ന പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിന് അതൊരു കുതിരപ്പുറത്ത് നിന്നുള്ള വീഴ്ചയായിട്ട് മാറുകയും സക്കേവൂസിന് ക്രിസ്തു തൻ്റെ ഭവനത്തിൽ വിരുന്നു വന്ന ദിവസമായിട്ട് മാറുകയും എത്യോപ്യക്കാരനായ ഷണ്ടന് ഫിലിപ്പോസിൻ്റെ പ്രസംഗമായിട്ട് തൻ്റെ മാനസാന്തരം മാറ്റുകയും ചെയ്തത്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിന് തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അത് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള നിമിഷമായിട്ട്, മാനസാന്തരത്തിൻ്റെ നിമിഷമായിട്ട് മാറുകയായിരുന്നു. കാരണം ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വഴിത്തിരിവിൽ വെച്ച് ഒരദൃശ്യ ശക്തിയുടെ ഇടപെടൽ കൊണ്ട് താൻ അന്നുവരെ ജീവിച്ചു പോന്നിരുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു സ്വിച്ചിട്ട് ബൾബ് കത്തിക്കുന്ന ലാഘവത്തോടെ തൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് മാറ്റിയ വ്യക്തിയായിരുന്നില്ല വിശുദ്ധ അഗസ്റ്റിൻ. മറിച്ച് തൻ്റെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ സത്യത്തെ കണ്ടെത്തുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ ദൈവസ്നേഹത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നത്: ദൈവമേ, നീ ഞങ്ങളെ അങ്ങേക്കാൻ സൃഷ്ടിച്ചു, അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. ഹൃദയത്തിൽ നിറയുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ അഗസ്റ്റിനെ പോലെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ദൈവസ്നേഹാഗ്നിയാൽ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെയും നിൻ്റെയും ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവം നമ്മെ മാനസാന്തരത്തിലേക്കുള്ള ഒരു യൂട്ടേൺ എടുക്കുവാൻ ക്ഷണിക്കുകയാണ്. കാതോട് കാതോരം മന്ത്രിക്കുന്ന മാനസാന്തരത്തിൻ്റെ ദൈവസ്വരത്തിന് നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. വിശുദ്ധ അഗസ്റ്റിനെ പോലെ അനുദിന ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.